ഷാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാ ഗീതകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ അത് ആരാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമാകുമ്പോഴാണ് ഓരോ ഗാനങ്ങളും മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്നത്. അത്തരം ഒരുപിടി നല്ല ഗാനങ്ങളുടെ രചനയും സംഗീതവും പിറക്കുന്നത് ഒരുപാട് വ്യക്തികളിലൂടെയാണ്. ദൈവം നൽകിയ വരികളും സംഗീതവും കേട്ട് നമ്മൾ അത് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള പ്രയത്നങ്ങൾ ഒട്ടനവധിയാണ്. വിശുദ്ധ കുർബാനയിലും മറ്റ് തിരുക്കർമ്മങ്ങളിലും ആലപിക്കുന്ന ഈ ഗാനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പരിചയപ്പെടുത്തലാണ് ആരാധനാ ഗീതകൾ എന്ന ഈ പ്രോഗ്രാം. ഷാലോം ടിവി പ്രേക്ഷകർക്ക് എന്നും സുപരിചിതമായ ഒരു പേര് തന്നെയാണ് ആൻഡേഴ്സൺ ആലപ്പുഴ എന്നത്. ഇതേ ആൻഡേഴ്സൺ ആലപ്പുഴ തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് നെടുംതൂണായി നമ്മോടൊപ്പമുള്ളത്. ആൻഡേഴ്സൺ ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ആരാധനാ ഗീതകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡേഴ്സൺ ചേട്ടനോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാമിന്റെ സുപ്രധാന പങ്ക് വഹിക്കുന്നവരായ ചില ഗായകരും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിജോ, ഞാൻ ഷാലോം ടിവിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ പേര് ജോർജ്, ഞാൻ പാലക്കാട് രൂപത മംഗലണ്ടാം സെൻറ്റ് ഫ്രാൻസിസ് സേവർ ചർച്ച് ഇടവാംഗമാണ്. എൻ്റെ പേര് ഗീവർഗീസ്, ഞാൻ ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് ഫൊറാന ചർച്ച് ഇടവാംഗമാണ്. എൻ്റെ പേര് മിഷ മാത്യു, പാലാ രൂപതയിലെ മേലുകാമറ്റം എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആൻമരിയ ജോസ്, ഇടുക്കി രൂപതയിലെ സെൻറ്റ് മാർട്ടിൻ ഡി പോർസ് ചർച്ച് ഇടവാംഗമാണ്. ഇപ്പോൾ RLV കോളേജ് തൃപ്പൂണിത്തുറയിൽ BA വയലിൻ ചെയ്യുന്നു. ഞാൻ ഷാലി ആന്റണി, ഇരിങ്ങാലക്കുട രൂപതയിലെ അമ്പഴക്കാട് ഫൊറൈൻ ചർച്ച് ഇടവകാംഗമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചർച്ച് കൊയറിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് ഇവിടം വരെ എത്തിയവരാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന് എല്ലാവരും എക്സൈറ്റഡ് ആണോ? ആൻഡേഴ്സൺ ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് തവണ ചേട്ടൻ്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ ചേട്ടനെ നേരിട്ട് കണ്ട് ചേട്ടൻ്റെ വാക്കുകളൊക്കെ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചേട്ടനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ, എത്ര നാളായി ചേട്ടൻ ഈ ഒരു സംഗീത ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട്? ഞാനൊരു ഏകദേശം 36-37 വർഷങ്ങളായി ഈ കലാജീവിതത്തിലേക്ക് വരുന്നു. അതും ആത്മീയ രംഗത്തിലൂടെ തന്നെയാണ് ഞാൻ ഇതുവരെ വന്നത്. ചെറുപ്രായത്തിൽ തന്നെ സംഗീതത്തിൻ്റെ ഒരു ഉൾവിളി എന്നിലുണ്ടായിരുന്നു. ഒരു ചെറിയ തിരുനാമ്പ് എവിടെയോ കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബാല്യകാലത്തിലൊന്നും ഞാനത് ഒന്ന് അത്ര ഇതായിട്ട് വന്നിട്ടില്ല. എങ്കിലും അത് പതുക്കെ പതുക്കെ കത്തി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് ഈ രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് വന്നു. അതെ, അത് ഈ 37 വർഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാരമുള്ളൊരു കാര്യമല്ലല്ലോ അല്ലേ? അപ്പോൾ ചേട്ടനെ കുറിച്ച് കൂടുതൽ അറിയാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഓഡിയോ കാസറ്റുകളുടെ കാലം തൊട്ട് ചേട്ടൻ ഈ സംഗീത ജീവിതം ആരംഭിച്ചതാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. കുട്ടികൾക്കായിക്കോട്ടെ, യുവജനങ്ങൾക്കായിക്കോട്ടെ, മുതിർന്നവർക്കായിക്കോട്ടെ, സ്മാർട്ട് ഫോണുകളൊക്കെ വഴി എല്ലാം വിരൽ തുമ്പുകളിൽ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് ചേട്ടൻ എന്താണ് ഞങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്? മാറ്റം അത് ഓരോ കാലഘട്ടത്തിലും അത് ആവശ്യമാണ്, അത് അനിവാര്യമാണ്. എൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കാസറ്റിൻ്റെ ഒരു കാലഘട്ടം, സ്റ്റീരിയോ കാസറ്റ്, സ്റ്റീരിയോ ഡക്ക്, ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ റെക്കോർഡിങ്ങിലേക്ക് വരുന്നത്. അന്ന് ഒരുപാട് അധ്വാനത്തിൻ്റെ പ്രയത്നമൊക്കെ വേണ്ട ഒരു കാലഘട്ടമായിരുന്നു. കാരണം ആദ്യമാണ് ഇത്, ഇത്രയും ടെക്നോളജി ഇല്ല, ഡിജിറ്റൽ സംവിധാനങ്ങളില്ല, ഒരു റെക്കോർഡിംഗ് ഒന്നും മാത്രമേ ഉള്ളത്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഒരുമിച്ച് വന്ന് ചെയ്യണം. ഇന്നത്തതുപോലെ ഉള്ള രീതികളെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അന്നെന്ന് പറയുമ്പോൾ എല്ലാവരെയും നമ്മളൊരു പാട്ട് സംഗീതം ചെയ്തു അല്ലെങ്കിൽ ഒരു ആൽബം ചെയ്യുന്നതെങ്കിൽ അന്നൊരു 10 പാട്ടാണ് ഒരു ആൽബത്തിൽ വരുന്നത്. ഈ 10 പാട്ടിനും വേണ്ട ഓർക്കസ്ട്രേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. എത്ര ആൾക്കാരെ കണ്ടെത്തി അത് ചെയ്യണം. എനിക്കന്ന് ഓർക്കസ്ട്ര ചെയ്യാനൊന്നും അറിയില്ല. പാട്ട് സംഗീതം ചെയ്യും, അത് മറ്റ് ആൾക്കാരെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അന്ന് നമ്മൾ അവരുടെ കൂടെ നിന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവിടെ നിന്നും ഇപ്പം ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഡിഫറൻറ്റാണ്. ഇന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആരെയും നേരിട്ട് കാണുന്നില്ല. നമ്മൾ പാട്ട് സംഗീതം ചെയ്ത് ഓർക്കസ്ട്ര ഇവിടെ ചെയ്യുന്നു, അപ്പോഴേക്കും പാട്ടുകാരൻ അവിടെ പാടി നമുക്ക് തിരിച്ച് അയച്ചു തന്നിരിക്കും. അതെ, അത് ചേട്ടനെ കുറിച്ച് എനിക്ക് വളരെ ഒരു കൗതുകം തോന്നിയൊരു കാര്യമാണ്. കാരണം പണ്ടേ ഒരു ഓഡിയോ കാസറ്റിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പം ചേട്ടൻ ഓരോ വർക്കുകൾ ചെയ്യുന്നത് കാണുമ്പോഴാണെങ്കിലും പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, മിക്സിംഗ് ആയിക്കോട്ടെ,
എല്ലാം ആ സോഫ്റ്റ്വെയർസ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ചേട്ടൻ അത് മാനേജ് ചെയ്യുന്നത് അതെങ്ങനെയാണ്? ചേട്ടൻ അത് സ്വയം പഠിച്ചതാണോ അതോ? ഞാൻ വരുന്നത് ഹാർമോണിയത്തിൽ നിന്നാണ് വരുന്നത്. അതെ. ഞാൻ പഠിച്ചു വരുന്നത് ഹാർമോണിയം, അതാണ് കണ്ടാണ് വന്നത്. അതിനുശേഷം വരുന്ന ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചെറിയ ചെറിയ കീബോർഡുകൾ വന്നു, അത് ഓരോന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു അവസരം എൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ച് നോക്കുവാനും എല്ലാം ഒരു അവസരം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഓരോ ഡെവലപ്മെൻറ്റ് വരുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോഴത് ഈ സോഫ്റ്റ്വെയർ വരുന്ന ആ സമയങ്ങളിൽ തന്നെ അതും എനിക്ക് സ്വന്തമാക്കുവാനും അതിൽ പ്രാക്ടീസ് ചെയ്യുവാനും അതൊക്കെ മനസ്സിലാക്കുവാനുമായിട്ടൊക്കെ സാധിച്ചു. ഇപ്പോൾ മിക്സിങ്ങും എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നു. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇവിടെ ഗായകരുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച്, എന്താണ് ആരാധനാ ഗീതികൾ എന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ആരാധനാ ഗീതികൾ എന്ന് പറയുന്നത് അതിൻ്റെ ആ ടൈറ്റിലിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. ആരാധനയ്ക്ക് പറ്റുന്ന ഗീതങ്ങൾ, അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഇവിടെ വന്നിരിക്കുന്ന പാട്ടുകാരെ പഠിപ്പിക്കുന്നു, കേൾക്കുന്ന പ്രേക്ഷകർ പഠിക്കുന്നു. അത് അവരവരുടെ ഇടവകളിലോ ആരാധനാ സമയങ്ങളിലൊക്കെ അവർക്ക് ഈ പാട്ടുകൾ ഉപയോഗിക്കാൻ കഴിയണം. അതാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ വ്യക്തിപരമായി തോന്നിയൊരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇടവകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മറ്റിടവകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ ചില സമയങ്ങളിൽ വൈദികൻ ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് ഗായക സംഘങ്ങൾ ഉണ്ടാകാറേ ഇല്ല. അത് അച്ഛൻ ഒറ്റയ്ക്ക് നിന്ന് ഗായക സംഘത്തിൻ്റെയും കൂടെ ചേർന്ന് പാടുന്ന കാണുമ്പോൾ അതൊരു നമുക്കൊരു വിഷമം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഗായക സംഘത്തിൻ്റെ പ്രാധാന്യം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ദിവ്യബലിയിൽ അല്ലെങ്കിൽ ആരാധനയിൽ ഗായക സംഘത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെ. ഇന്ന് നിർഭാഗ്യവശാൽ പല സ്ഥലങ്ങളിലും ഈ ഗായക സംഘത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വന്ന് ഞാൻ വരുന്നു, ഒരു പാട്ട് പാടുന്നു, ആൾക്കാരെ കേൾപ്പിക്കുന്നു, തിരിച്ചു പോകും. സംഘമില്ല, ഗായ സംഘമില്ല. ഞാൻ കണ്ടിരുന്നത് ഒരു ഗായ സംഘത്തിൽപ്പെട്ട ആൾക്കാരെയാണ്. അതിപ്പോൾ സോളോ പാടിയ പാട്ടാണെങ്കിൽ പോലും അത് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് പാടുക. അതായത് അവിടെ വന്നിരിക്കുന്ന വിശ്വാസികളെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെ പ്രാർത്ഥനയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഗായ സംഘത്തിനുള്ളത്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അത് മാറി, കേൾവിക്കാരും കേൾപ്പിക്കുന്നവരുമായി മാറി. ഇടവ സമൂഹത്തിനും കൂടാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഗാഗുൽത്താമലയിൽ നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം സോളോയാണ് അല്ലേ, യേശുദാസ് പാടിയിരിക്കുന്ന സാർ. പക്ഷെ അതൊന്നും ഗ്രൂപ്പായിട്ട് പാടി നോക്കും, നമ്മള് കണ്ണു നിറഞ്ഞു പോകും, അത്രയ്ക്ക് ഫീലായിരിക്കും. ആൻഡേഴ്സൺ ചേട്ടാ, അപ്പം ഇന്ന് ഏത് ഗാനമാണ് ഞങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്? ഇന്ന് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പാടാൻ പറ്റിയ മനോഹരമായൊരു ഗാനമാണ്. സിസ്റ്റർ എൽസിറ്റ MSMI എന്ന് പറയുന്ന കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു സിസ്റ്റർ കുറേ നാളുകൾക്ക് മുമ്പ് തന്ന കുറച്ച് പാട്ടുകളിൽ ഒരെണ്ണമാണ്. വളരെ മനോഹരമായ വരികളാണ് അതിലുള്ളത്. നമുക്ക് ആ ഗാനം ഇന്ന് എല്ലാവരെയും പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പം നമ്മുടെ ഗായകര് പഠിക്കാൻ എല്ലാവരും റെഡിയല്ലേ? പഠിച്ചാലോ? നിങ്ങൾ ആ ലിറിക്സ് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞു ദിവ്യകാരുണ്യ ഗീതമാണ്. അത് ആ ഒരു ഫീല് നമ്മൾ പാടുമ്പോഴൊക്കെ ആ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അറിയാം. നമ്മളെല്ലാം പള്ളിയിൽ പോകുന്നതും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരുമാണ്. ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നിട്ട് നമുക്ക് ഈ പാട്ട് ഒന്ന് ഫോളോ ചെയ്യാം. ലിറിക്സ് നോക്കാം, ഞാൻ ഒന്ന് പാടിത്തരാം. തിരുവോസ്തിരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ. പാടി. കാരുണ്യരൂപൻ ഈശോ, കാരുണ്യരൂപൻ ഈശോ. അത് ഫസ്റ്റ് പാടുമ്പോൾ ഈശോ, സെക്കൻഡ് പാടുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പാടുന്നില്ല. തിരുവോസ്തിരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ, തിരുവോസ്തിരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ.
ആ വ്യത്യാസം മനസ്സിലായോ? ആദ്യത്തേൽ ഈശോ ഈശോ, ഈശോയ്ക്ക് രണ്ടും പ്രാധാന്യമാണ് അവിടെ കൊടുക്കുന്നത്. അടുത്തത് ജീവന്റെ അപ്പമായി എന്നിൽ ലയിക്കുവാൻ കാരുണ്യമായി തീർന്ന സ്നേഹം, ദിവ്യ കാരുണ്യമായി തീർന്ന സ്നേഹം, ജീവന്റെ എന്നിൽ ലയിക്കുവാൻ, എന്നിൽ ലയിക്കുവാൻ കാരുണ്യമായി തീർന്ന സ്നേഹം. പഠിക്കും. കാരുണ്യമായി തീർന്ന സ്നേഹം, ദിവ്യ കാരുണ്യമായി തീർന്ന സ്നേഹം, ദിവ്യ കാരുണ്യമായി തീർന്ന സ്നേഹം, അമ്മായി എന്നുള്ളത് ദിവ്യകാരുണ്യമായി. അങ്ങനെ പ്ലാൻ അല്ലേ? ഓക്കെ. ദിവ്യ കാരുണ്യമായി തീർന്ന സ്നേഹം. പഠിക്കല്ലോ. ദിവ്യ കാരുണ്യമായി തീർന്ന സ്നേഹം. അപ്പൊ ഫസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പാടാം. തിരുവോസ്തിരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ. ഒന്നുകൂടെ. തിരുവോസ്തിരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ, ജീവന്റെ അപ്പമായി എന്നിൽ ലയിക്കുവാൻ കാരുണ്യമായി തീർന്ന സ്നേഹം, ദിവ്യ കാരുണ്യമായി തീർന്ന സ്നേഹം. ജീവന്റെ അപ്പമായി എന്നുള്ള ഭാഗത്ത് ഒരു ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? അതെ അതെ. ഇത് ഈ പാട്ട് ശങ്കരാഭരണം രാഗത്തിലാണ് പോകുന്നത്. പക്ഷെ ജീവന്റെ അപ്പമായി അവിടുന്ന് മാറി അതൊരു വെസ്റ്റേൺ സ്റ്റൈലിലേക്കാണ് നമ്മൾ. ബേസിക് അതാണെങ്കിലും നമ്മുടെ ഭക്തിഗാനങ്ങൾക്കൊരു വെസ്റ്റേൺ കൾച്ചറുണ്ട്. പക്ഷെ ഇത് ശങ്കരാഭരണമാണെന്ന് തോന്നുന്നില്ല. ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് ഈ ശ്രുതിയും കൂടെ ഒന്ന് പറയാനല്ലേ? ഇത് പഠിക്കുന്നവർക്ക് ഏത് ശ്രുതിയാണെന്ന് അറിയാനായിട്ട് എഫ് മേജർ, എഫ് ആണ് എൻ്റെ ശ്രുതി. മേജർ. ചേട്ടാ, അപ്പം ഈ ശങ്കരാഭരണം എന്ന് ചേട്ടൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ഈ സംഗീതം ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലാണ്. നമുക്ക് പെട്ടെന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഒരു സംഗീതം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ ശങ്കരാഭരണത്തിൽ തന്നെ ചെയ്യണം എന്ന് ആലോചിച്ചത് ചെയ്തതാണോ അതോ അല്ലാണ്ട് ഒറിജിനലായിട്ട് വന്നതാണോ? ഏത് സന്ദർഭത്തിലാണ് ഈ സംഗീതം വന്നത്? അതായത് ഓരോ വലിയ വലിയ പാട്ടുകാരൊക്കെ പാട്ട് കമ്പോസ് ചെയ്യുമ്പം അവർക്ക് ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഗീതം വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത് വന്നതെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇത് ഈ പാട്ട് ഒരു CD ചെയ്യാനായിട്ടാണ് എന്നെ ഏൽപ്പിക്കുന്നത്. ഒരു 10 പാട്ടുകളുണ്ടായിരുന്നു. ഇത് തന്നു. ഞാൻ എല്ലാ ലിറിക്സൊക്കെ നോക്കി, ഒരു എനിക്കിപ്പോൾ എല്ലാം നോക്കി ഏത് ചെയ്യണമെന്ന്, ആദ്യം ഏത് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വന്ന് നോക്കി എന്നാൽ അന്നൊരു ഞായറാഴ്ച ദിവസമാണ്. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഇരിക്കുന്നൊരു സമയം. ഈ പാട്ട് എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ദേവാലയം, എൻ്റെ ഇടവക ദേവാലയമാണ് മനസ്സിൽ വന്നത്. അവിടെ ആ കുർബാന നടക്കുന്നത്, ഇതൊരു ദിവ്യകാരുണ്യ സ്വീകരണ രംഗം എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷെ ഞാനവിടെ രാഗമൊന്നും ഫിക്സ് ചെയ്തില്ല. അപ്പം അതൊക്കെ ഒന്ന് പാട്ട് ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു രാഗം മൂളും. ആ ഒരു താരാട്ടോ, ഒരു സ്നേഹത്തിന്റെ ഫീല് വരുന്ന ഒരു. ശരിക്കും നമ്മളിങ്ങനെ മൂളെന്ന് പറയുമ്പോൾ പോലും ഈ മൂളാനുള്ളത് കിട്ടുന്ന പോലും മേളിന്നാണ് അല്ലേ? എല്ലാം ഒരു ദൈവകൃപയാണല്ലോ. കാരണം ഈ രാഗങ്ങളെ കുറിച്ചോ സംഗീതത്തെ കുറിച്ചോ ഞാൻ പഠിച്ചിട്ടില്ല. അതെ അതെ. ഇത് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇത് രാഗമാണോ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി തിരിച്ചു വരുന്നത്. അപ്പൊ ചേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പൊ എങ്ങനെയാണ് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന നേരത്ത് ചേട്ടൻ എടുക്കുന്ന ആത്മീയമായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ആത്മീയമായ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ഇതിലെല്ലാത്തും. കാരണം ഞാൻ ചെയ്യുന്ന പാട്ടെന്ന് പറയുന്ന എല്ലാം ഭക്തിഗാനങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ, ഒന്നും തന്നില്ലെങ്കിൽ
വെറും ശൂന്യം. ഉള്ളിലെപ്പോഴും ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു തീ കിടപ്പുണ്ട്. അത് അതെ, പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി നമ്മൾ എത്ര വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയുന്നതല്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവം പോലും നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. 1400ഓളം പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ചോദിക്കുവിൻ, അങ്ങനെ കിട്ടിയതാണ്. ചേട്ടാ, ഈ പാട്ട് ആരാണ് ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നത്? ഇത് കെസ്റ്ററാണ് പാടിയിരിക്കുന്നത്, സോളോയാണ്. പിന്നെ ഗ്രൂപ്പുണ്ട്, കോറസിന് ഭാഗം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്ട്രാ എഴുതി ചേർത്തതാണ്. അത് ഞാൻ പഠിപ്പിക്കാം. അതിൻ്റെ ഈ പല്ലവി കഴിഞ്ഞ് വരുന്ന അനുപല്ലവി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിൻ്റെ കോറസ്. ഞാൻ പാടാം. ഓ ദിവ്യ സ്നേഹമേ, ഓ നിത്യജീവനേ, ആരാധന ആരാധന കാരുണ്യരൂപനേ, ആരാധന. ഓ ദിവ്യ സ്നേഹമേ, ഓ നിത്യജീവനേ, ആരാധന ആരാധന കാരുണ്യരൂപനേ, ഓ ദിവ്യകാരുണ്യമേ വളരെ ഫീലോടുകൂടി ഒന്ന് പാടി നോക്കി. നമ്മുടെ മുൻപിൽ ദിവ്യകാരുണ്യം ഒരു സക്രാരി ഉള്ളതായിട്ടൊന്ന് സങ്കല്പിക്കുക. ഞാൻ അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് ഈ പാട്ട് ചെയ്തത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി ആ ഒരു തീക്ഷ്ണമായ ഒരു സ്നേഹം. അതൊന്നും നമുക്കൊന്നുകൂടെ പാടി നോക്കി. ഞാൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ആൻഡ്രൂസ് ചേട്ടനുമായിട്ട് ഇങ്ങനെ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഇങ്ങനെ പാട്ടുകൾ ചിലതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഫീല് വരാത്ത ഭാഗത്ത് ഒരു ഫീല് കൊടുത്തേ എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ആക്ഷനോടുകൂടി പറഞ്ഞു തരുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. നമ്മൾ ഒരുമിച്ചൊക്കെ ആയതുകൊണ്ടും അപ്പോൾ ശരിക്കും അത് ഈ ഭാവം അല്ലെങ്കിൽ ആ ഫീല് വരാത്തടുത്ത് ഫീല് കൊടുക്കാനുള്ള ഒരു സ്നേഹവും അത് ആ ഒരു കാണുമ്പോഴാണല്ലോ. ഈശോ കണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ. ഇത് സ്നേഹമേ സ്നേഹമേ അങ്ങനെ പാടാം, സ്നേഹമേ ആ ഒരു സ്നേഹിച്ചുകൊണ്ട് പാടാം. ഇല്ല, നമ്മളിപ്പോഴും ശരിക്കും ചർച്ചകോറൊക്കെ ആകുമ്പോൾ വെറുതെ അങ്ങ് പാടിത്തീർക്കാന്നുള്ളതല്ലാതെ ഈശോ ലയിച്ച് ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരും. അതാണ് ഒരു ഗായകൻ, ഒരു ക്രിസ്തീയ ഗായകൻ. അത് വളരെ എല്ലാവർക്കും എല്ലാ പാട്ടുകൾക്കും ഫീലുണ്ട്. പക്ഷെ നമ്മൾ ഈ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ ആ ഒരു സ്നേഹം ഉള്ളിൽ തിങ്ങി നിറയണം. അപ്പോഴേ നമുക്ക് ഇങ്ങനെ പാടാൻ പറ്റത്തുള്ളൂ. ഓ ദിവ്യ സ്നേഹമേ, ഓ നിത്യജീവനേ, ആരാധന ആരാധന കാരുണ്യരൂപനേ, ആരാധന. ഒന്ന് പഠിക്കും. ഓ ദിവ്യ സ്നേഹമേ, ഓ നിത്യജീവനേ, ആരാധന ആരാധന കാരുണ്യരൂപനേ, ആരാധന. പാപിയാമെൻ ഹൃത്തിൽ സ്നേഹമായി വാഴുവാൻ ശൂന്യനായി തീർന്നൊരു കാരുണ്യമേ, പാപിയാമെൻ ഹൃത്തിൽ സ്നേഹമായി വാഴുവാൻ ശൂന്യനായി തീർന്നൊരു കാരുണ്യമേ. ഇതിന് റിപ്പീറ്റ് പാടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോളോ പാടുമ്പോഴാണ് അത് എടുത്ത് വരുന്നത്. ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ അത് ഒരുമിച്ച് കിട്ടിയാൽ നല്ലത്. പാപിയാമെൻ ഹൃത്തിൽ, അവിടെ ഒരു ചെറിയൊരു പ്ലാനുകളുണ്ട്. അത് കോറസ് പാടുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയാൽ പാട്. പാപിയാമെൻ ഹൃത്തിൽ, ആദ്യത്തത് പാപിയാമെൻ ഹൃത്തിൽ, അപ്പൊ ആ വ്യത്യാസം നമുക്കൊന്ന് പാടാം. ഒന്നുകൂടെ പാടാം. പാപിയാമെൻ ഹൃത്തിൽ സ്നേഹമായി വാഴുവാൻ ശൂന്യനായി തീർന്നൊരു കാരുണ്യമേ. റിപ്പീറ്റ്. പാപിയാമെൻ ഹൃത്തിൽ, ഗുഡ്. സ്നേഹമായി വാഴുവാൻ ശൂന്യനായി
തീർന്നൊരു കാരുണ്യമേ, എന്നെ പിരിയാതെ എന്നിൽ വസിക്കുവാൻ അകതാരിൽ അലിയുന്ന കാരുണ്യമേ, എന്നെ പിരിയാതെ എന്നിൽ വസിക്കുവാൻ അകതാരിൽ അലിയുന്ന കാരുണ്യമേ. ആ വരികളുടെ ഒരു ഫീല് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ സിസ്റ്റർ എഴുതിയിരിക്കുന്നത്. ആ സിസ്റ്ററിന്റെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ഒരു പ്രതിഫലനമാണ് ആ വരികൾ. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളിലേക്ക് നേരിട്ട് ഇറങ്ങി വരുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത്, അല്ലേ? നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്നുള്ളൊരു ഒരു സുവിശേഷ ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 8:8 ശതാധിപന്റെ ഭൃത്യന്റെ സുഖപ്പെടുത്തുന്നത്. ആ ഒരു വാക്ക് വിശ്വാസത്തോടെ വന്ന് പറയുന്നതാണ് യേശുവിനോട്, അല്ലേ? നീ അവിടം വരെ വരണമെന്നില്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. പക്ഷെ അത് ലാറ്റിൻ മാസിൽ ആ ഒരു ഭാഗം ദിവ്യകാരണത്തിന് മുമ്പ് പറയുന്നുണ്ട്. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം. നമുക്കിന്ന് ജീവനുള്ള ക്രിസ്തുവിനെ സ്വീകരിക്കാനൊരു മാർഗമാണ് ശരിക്കും അതുപോലെ എന്നെ പിരിയാതെ. നമുക്ക് ആ വരി ഒന്നുകൂടെ ഒന്ന് പാടി നോക്കാം. പാപിയാമെൻ കൃത്യേ സ്നേഹമായി വാഴുവാൻ ശൂന്യനായി തീർന്നൊരു കാരുണ്യമേ, പാപിയാമെൻ കൃത്യേ സ്നേഹമായി വാഴുവാൻ ശൂന്യനായി തീർന്നൊരു കാരുണ്യമേ, എന്നെ പിരിയാതെ എന്നിൽ വസിക്കുവാൻ അകതാരിൽ അലിയുന്ന കാരുണ്യമേ, എന്നെ പിരിയാതെ എന്നിൽ വസിക്കുവാൻ അകതാരിൽ അലിയുന്ന കാരുണ്യമേ. ഓ ദിവ്യ സ്നേഹമേ, ഓ നിത്യജീവനേ, ആരാധന ആരാധന കാരുണ്യരൂപനേ, ആരാധന. ഓ ദിവ്യ സ്നേഹമേ, ഓ നിത്യജീവനേ, ആരാധന ആരാധന കാരുണ്യരൂപനേ, ആരാധന. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നല്ല ഫീല് പാടാൻ, നല്ല ഫീലിൽ ഇത് പാടാൻ പറ്റും, അല്ലേ? അതും ഒരു ദിവ്യബലി സമയമാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പാട്ട് ഇതുപോലെ പാടാം. ചേട്ടൻ പറഞ്ഞതിനോട് പൂർണ്ണമായി നമുക്ക് യോജിക്കും. കാരണം ആ സിസ്റ്റർ അത്ര മനോഹരമായിട്ടല്ലേ ആ വരികൾ എഴുതി. അത് ഓരോ പ്രാവശ്യം പാടുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ദിവ്യ കാരുണ്യത്തിന്റെ അനുഭവം അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ ഈ എന്നറിയാം. സമയത്ത് അനുഭവിച്ച ഒരു ഫീൽ അതെ. എനിക്ക് അപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച ഭാഗങ്ങളിൽ ചേട്ടൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു പാട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് പാടുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി, ആ ഒരു ദിവ്യകാരുണ്യത്തിന്റെ ഒരു അനുഭവം. അപ്പൊ അത് നമുക്കൊന്ന് അനുഭവിച്ചറിയണ്ടേ? അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ഈ ഒരു മനോഹരമായൊരു ഗാനം ഒരുമിച്ചൊന്ന് പാടിയാൽ. ഓക്കെ അല്ലേ? നമുക്ക് പാടാം ഒരുമിച്ച്.
സ്നേഹമേ ഓ നിത്യജീവനേ ആരാധന ആരാധന കാരുണ്യരൂപനേ ആരാധന ഓ നിത്യസ്നേഹമേ സ്നേഹമായി വാഴുവാൻ ശൂന്യനായി തീർന്നൊരു കാരുണ്യമേ എന്നെ പിരിയാതെ എന്നിൽ വസിക്കുവാൻ അകതാരിൽ അലിയുന്ന കാരുണ്യമേ എന്നെ പിരിയാതെ എന്നിൽ വസിക്കുവാൻ അകതാരിൽ അറിയുന്ന കാരുണ്യമേ ഓ ദിവ്യ സ്നേഹമേ ഓ നിത്യജീവനേ ആരാധന ആരാധന കാരുണ്യരൂപനേ ആരാധന ഓ ദിവ്യ സ്നേഹമേ ഓ നിത്യജീവനേ ആരാധന ആരാധന കാരുണ്യരൂപനേ ആരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ കുർബാനയായ എന്നിൽ എഴുന്നള്ളുവാൻ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ കുർബാനയായി എന്നിൽ എഴുന്നള്ളുവാൻ യോഗ്യതയില്ലെന്ന് ഞാനറിയുമ്പോഴും യോഗ്യനായി തീർക്കുന്ന കാരുണ്യമേ യോഗ്യതയില്ലെന്ന് ഞാനറിയുമ്പോഴും യോഗ്യയായി തീർക്കുന്ന കാരുണ്യമേ തിരുസ്വരൂപനായി എന്നിൽ അണയുന്ന കാരുണ്യരൂപൻ ഈശോ. വളരെ മനോഹരമായിട്ട് വളരെ സൂത്തിങ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഈ പാട്ട് ഒരുമിച്ച് ഇവിടെ പാടി. അപ്പം ഈ ഒരു പാട്ടിന് ഇത്രയും മനോഹരമായിട്ട് സംഗീതം ചെയ്ത ആൻഡേഴ്സൺ ചേട്ടനെയും ഒപ്പം മനോഹരമായി തന്നെ ഇവിടെ ഗാനം അവതരിപ്പിച്ച ഗായകരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം അതെത്ര വർണ്ണിച്ചാലും മതിയാകില്ല.
അവന്റെ സ്നേഹത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ അടിയുറച്ചവരായി നമുക്ക് ജീവിക്കാം. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മനോഹരമൊരു ഗാനവുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അതുവരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാ രൂപയിൽ ആയിരിക്കാം.